സ്റ്റുഡൻസ്, ഇന്ന് +1 ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ. ഇതിന് സ്കോറ് 5 മാർക്ക് കിട്ടുന്നതാണ് ഈ ഫ്രീക്വൻസി പോളിഗൺ വരച്ചാൽ. അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു കുറച്ച് ശ്രദ്ധ ഉണ്ടായാൽ മതി. നമുക്ക് ചോദ്യത്തിൽ ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിരിക്കും. ക്ലാസ് 0-10 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 10, 10-20 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 18 വരും, 20-30 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 22, 30-40 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 26, 40-50 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 20, 50-60 അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി 18 വരും. ഇനി നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലേക്ക് നേരിട്ട് എടുത്തെഴുതിയതിന് ശേഷം പിന്നെ ഇതിനടുത്തായിട്ട് നമ്മൾ മിഡ് എക്സ് വരയ്ക്കണം. മിഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ലോവർ ലിമിറ്റാണ്, ഇത് അപ്പർ ലിമിറ്റാണ്. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റോട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 0, 10 കൊണ്ട് കൂട്ടിയാൽ 10, 10ൻ്റെ പകുതി 5 വരും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 5. പിന്നെ ഇത് നമ്മളുടെ 10, 20, 30, 40 തമ്മിലുള്ള ഇൻ്റർവെല് 10 ആണ്. അപ്പോൾ അത് 10 വീതം കൂട്ടിയാൽ മതി. 15, 25, 35, 45, 55. ഇനി നമ്മൾ ഈ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിന് ഒരു ഗ്രാഫിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ഗ്രാഫ് പേപ്പറൊന്നും പരീക്ഷയ്ക്ക് കിട്ടത്തില്ല. ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് എക്സ് ആക്സിസിൽ ക്ലാസ്സും, ഇത് എക്സ് ആക്സിസാണ്, ഇവിടെ ക്ലാസ്, വൈ ആക്സിസിൽ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. വൈ ആക്സിസിൽ ഫ്രീക്വൻസി, എക്സ് ആക്സിസിൽ ക്ലാസ് ആൻഡ് വൈ ആക്സിസിൽ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ട് 0, 10, 20, 30, 40, 50, 60 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഫ്രീക്വൻസി ഏറ്റവും ടോപ്പ് 26 ആണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു 5 വീതം അടയാളപ്പെടുത്തി 5, 10, 15, 20, 25, 30 ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇനി ഓരോന്നിൻ്റെ നേരെ കിടക്കുന്ന ഫ്രീക്വൻസിയുടെ അളവിൽ എടുക്കുക. ഇവിടുന്ന് ഇതുണ്ടോ 10 ആണ് ഇത്. അപ്പം അതിൻ്റെ നേരെ വരയ്ക്കുക. പിന്നെ അടുത്തത് 10-20ക്ക് നേരെ എത്രയാണ്? 18 ആണ് വരുന്നത്. അപ്പം 15-നും 20-നും ഇടയ്ക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുക. എന്നിട്ട് 18ൻ്റെ നേരെ ചെന്നിട്ട് താഴെ 20ലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. വീണ്ടും അടുത്ത് 22 ആണ്. അപ്പോൾ 20ക്കും 25-നും ഇടയിൽ വരും. നമ്മൾ ഏകദേശം അതിൻ്റെ കണക്കാക്കി എടുത്തിട്ട് സ്കെയിൽ വെച്ച് 22 വരെ കണക്കാക്കി താഴേക്ക് 30ലേക്ക് അതിനെ യോജിപ്പിക്കുക. ഇനി വീണ്ടും 22, 26 അത് 25ൻ്റെ തൊട്ട് മുകളിൽ നിൽക്കണം. അതിൻ്റെ അടയാളം കണ്ടെത്തിയിട്ട് അത് 40ലേക്ക് യോജിപ്പിക്കുക. ഇനി വീണ്ടും 20 അത് ഈ 20യുടെ നേരെ വരണം. അവിടുന്ന് 50ലേക്ക് 20യുടെ നേരെ എടുത്തിട്ട് 50ലേക്ക് പോവുക. ഇനി വീണ്ടും 18 ആണ് ഇവിടെ. 15, ഒരു 18 നമ്മളിവിടെ അടയാളപ്പെടുത്തി അതിൻ്റെ നേരെ പോയിട്ട് അത് 60ലേക്ക് യോജിപ്പിക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇനി ഇത് എന്താണ്? ഹിസ്റ്റോഗ്രാമാണ്. ഇനി ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ മിഡ് വാല്യൂ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ മിഡ് വാല്യൂയിലൂടെ നമ്മുടെ കൈ ഒഴുക്കാനായിട്ട്
വരയ്ക്കുക. അപ്പം മിഡ് വാല്യൂ കാണാനാണ് നമ്മൾ ഈ മിഡ് പോയിൻ്റ് കാണാനുള്ളതുണ്ടോ, 0-നും 10-നും ഇടയിൽ ഇവിടെ വരും 5, ഇവിടെ വരും 15. അങ്ങനെ മിഡ് പോയിൻ്റ് കാണാനാണ് നമ്മൾ ഈ മിഡ് വാല്യൂ അറിയാം. അപ്പം ഫ്രീക്വൻസി പോളിഗൺ മാത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ മിഡ് വാല്യൂ കണ്ടിട്ട് വേണം ഈ മിഡ് വാല്യൂ നേരെ വേണം വരയ്ക്കാൻ. ഇനി ഇത് തമ്മിൽ ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ മതിയാകും. കൈ കൊണ്ട് ഒഴുക്കാനായിട്ട് യോജിപ്പിക്കുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ. സ്കെയിൽ വെച്ച് യോജിപ്പിക്കുന്നതാണ് ഫ്രീക്വൻസി കർവ്. എന്നിട്ട് അതിന് താഴെ ഇവിടേക്ക് യോജിപ്പിക്കാം, യോജിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗണും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഇനി ഹിസ്റ്റോഗ്രാം നമുക്ക് വേണമെങ്കിൽ അത് ഷെയ്ഡ് ചെയ്യാം, ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വീണ്ടും വീണ്ടും നോക്കി ചെയ്ത് പഠിക്കുക, വരയ്ക്കാൻ ഉള്ള പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.